ഫ്ലാഷ്ബാക്ക്. ഈ രേണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലേ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. രേണു കരഞ്ഞ മൂലക്കിരിക്കേണ്ടവളല്ല. ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്ന് ചീത്തയായിരിക്കും. അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ. ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ച്. പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ മര്യാദയ്ക്ക് നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. കുറച്ച് കഴിയുമ്പോ സോറി ചേച്ചി എന്നാ ഡിലീറ്റ് ആയിരിക്കണം. എവിടെ പോയി? വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി, പോട പട്ടിയെ മൂനി. എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്, ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നീ മുന്നോട്ട് പോവുക. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുവോ, നീ നിനക്ക് ഇഷ്ടമുള്ള റീല് ചെയ്യുവോ, നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഇഷ്ടമുള്ള ചെയ്യുക. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ബോൾഡ് ആകാനും പറ്റത്തില്ല. ബോൾഡ് ആയ എൻ്റെ അടി, ഓ അവൾ അഹങ്കാരിയായി, കരഞ്ഞോണ്ടിരുന്ന ആണ്ട് അവൾ അഭിനയിക്കുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഞാൻ കരയാൻ വേണമെങ്കിൽ 1 വർഷം മുഴുവൻ കരയാം. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാം. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ സുധിച്ചേട്ടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതല്ല ഉദ്ദേശം. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നത് അണ്ടർവെയറിൽ നീലം മുക്കുന്ന വരെ പോലെയാ.